എല്ലാവർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു വെള്ളരിക്കയുടെ ഒരു കഷ്ണം, ഒരു തക്കാളി, കുറച്ച് ചുവന്നുള്ളി. ഇതൊന്ന് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ച് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഒരു പച്ച കായത്തിൻ്റെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പാണ്. ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളികേരം, ഒരു 2 പിടി നാളികേരം, കുറച്ച് ഉലുവ, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മുളകൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒപ്പിടുമ്പോൾ മുളക് മൂക്കാൻ പ്രയാസമാണ്. ഈ നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം, ഉലുവ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വറുത്തരച്ച സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി ഇതിൽ ചേർത്തിട്ടില്ല, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി ഇവിടെ ഇല്ല, അപ്പോൾ പൊടിയാണുള്ളത്. അപ്പോൾ പൊടി ചേർത്താലും മതി. അപ്പോൾ അത് പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, അത് അരച്ച് വയ്ക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുരിങ്ങക്കായും, ഒരു തക്കാളി, 2 പച്ചമുളകും ചേർത്തിട്ട് ഈ കഷ്ണങ്ങളും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ കുക്കറിലിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചാണ്ട് ഉടഞ്ഞു പോകും. അപ്പം ഞാനത് വേവാത്ത കഷ്ണങ്ങൾ ആദ്യം വേവിച്ച് പിന്നെയാണ് ഞാൻ മുരിങ്ങക്കായ ചേർക്കൽ. ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊന്നും കൂടി നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച നാളികേരം, മുളക് അതൊക്കെ കൂടി അരച്ച് വെച്ചിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയും അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി സാമ്പാറാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വറവിടാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഞാൻ ഇട്ടിട്ടില്ല, മല്ലിയില ഇവിടെ ഇല്ലാത്ത കാരണം ഇട്ടിട്ടില്ല. മല്ലിയിലയും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലേക്കാണ് ഞാൻ വറവിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. താങ്ക് യു.